പാട്രിയോട്ട് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഈ വരുന്ന ഒക്ടോബർ 2 റിലീസ് ചെയ്യുമെന്നൊക്കെ റൂമേഴ്സ് വരുന്നുണ്ട്. ആ ഒരു ദിവസം റിലീസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് ആപ്റ്റാണ്. സിനിമയുടെ പേര് തന്നെ പാട്രിയോട്ട് എന്നാണ്, അതായത് രാജ്യസ്നേഹി. എന്തായാലും പാട്രിയോട്ട് സിനിമയുടെ കിടിലൻ ടീസറിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തരുൺമൂർത്തി ലാലേട്ടനുമായി ഒരു സിനിമയുടെ ഡിസ്കഷനിലാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ഇതുവരെ ലോക്കായിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കോംബോ വീണ്ടും സംഭവിക്കട്ടെ തന്നെ പ്രതീക്ഷിക്കാം. ദൃശ്യം 3 സിനിമയുടെ പൂജ അങ്ങനെ കഴിഞ്ഞു. ഇന്ന് സിനിമയുടെ ഷൂട്ടിങ്ങും തുടങ്ങുന്നതായിരിക്കും. ആന്റണി പെരുമ്പാവൂരും ലാലേട്ടനും ജിത്തു ജോസഫും ക്രൂ മെമ്പേഴ്സൊക്കെ പൂജ ചടങ്ങിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദൃശ്യം 2 കഴിഞ്ഞ് 4.5 വർഷത്തിന് ശേഷം ജോർജ് കുട്ടിക്കും ഫാമിലിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നാണ് ഈ ഒരു ദൃശ്യം 3 സിനിമയിൽ പറയാൻ പോകുന്നതെന്ന് ജിത്തു ജോസഫ് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യം 1ൻ്റെ മുകളിൽ പോകും, ദൃശ്യം 2ൻ്റെ മുകളിൽ പോകും എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനും വേണ്ടെന്നും പറയുന്നുണ്ട്. ദൃശ്യം 1ൻ്റെ സ്ക്രിപ്റ്റ് പാറ്റേൺ ടൈപ്പ് തന്നെയാണ് ദൃശ്യം 3-ക്കുള്ളതെന്നാണ് ജിത്തു ജോസഫ് ഇപ്പോൾ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ദൃശ്യം 3 സിനിമയുടെ ടോട്ടൽ ഷൂട്ടിംഗ് ഏകദേശം 45 ദിവസമാണ്. അടുത്ത വർഷമാണ് ദൃശ്യം 3 സിനിമയുടെ റിലീസ്.